ഹായ് ഫ്രണ്ട്സിനെ തന്റെ വീഡിയോയിൽ നമ്മൾ വലിച്ചെറിയുന്ന അരിച്ചാക്ക് വെച്ചിട്ടോ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടോ അല്ലെങ്കിൽ തുണി വെച്ചിട്ടോ നമുക്ക് ഇതുപോലെ ലോണ്ടറി ബാഗ്സ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം കേട്ടോ. നമ്മുടെ വീട്ടിൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇത്. നമ്മളെ മുഷിഞ്ഞ ഡ്രസ്സ് ഇട്ട് വെക്കാനോ കുട്ടികളുടെ ഡ്രസ്സ് ഓർഗനൈസ് ചെയ്ത് വെക്കാനോ ഇല്ലെങ്കിൽ നമ്മളതായിട്ടുള്ള എന്തെങ്കിലും ഐറ്റംസ് തിങ്സ് നമുക്ക് സൂക്ഷിച്ച് വെക്കാനോ ഒക്കെ ഈ ഒരു ബാഗ് നമുക്ക് യൂസ്ഫുൾ ആയിട്ടിരിക്കും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണാം കേട്ടോ. വലിച്ചു നിട്ടാതെ ഞാൻ ഇതിൽ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 2 അരിച്ചാക്കും ഒരു കീറിയ ബെഡ്ഷീറ്റുമാണ് കേട്ടോ. ഇത് നമ്മുടെ വീട്ടിലൊക്കെ ഇതുപോലെ മാറ്റി വെച്ചിട്ടുള്ള ലുങ്കി എടുക്കാം, നൈറ്റി പീസസ് എടുക്കാം, അല്ലെങ്കിൽ ഇതുപോലത്തെ ബെഡ്ഷീറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ ഇതുപോലെ. അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ തുണി ഇതുപോലെ ഒന്ന് നിവർത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഒരു വട്ടത്തിലുള്ള ഒരു മൂടി എടുത്തിട്ടുണ്ട്. റൗണ്ട് ഷേപ്പിലുള്ള എന്തായാലും മതി കേട്ടോ. എനിക്കൊരു കറക്റ്റ് റൗണ്ട് ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അളവൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചെറിയ ബാഗ്സ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ വലിയ ബാഗ്സ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വട്ടത്തിൽ നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതുപോലുള്ള 2 പീസസ് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. റൗണ്ട് ഷേപ്പിലുള്ള 2 പീസസ് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു ചെറിയ ഒരു ചാക്ക് കൂടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ നമ്മൾ ഈ തുണി പീസ് വെച്ചിട്ട് അതും ഒരു 2 പീസ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ 2 ചാക്കിൻ്റെ 2 പീസും തുണിയുടെ 2 പീസും നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ സൈഡ് മുഴുവനായിട്ട് നമ്മളൊന്ന് തുന്നി കൊടുക്കണം. അതിപ്പോൾ നമ്മളെ മെഷീൻ വീട്ടിലുള്ളവർക്ക് മെഷീനിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അല്ലാത്തവർക്ക് മെഷീൻ എല്ലാവരുടെ വീട്ടിൽ ഉണ്ടാകാൻ ചാൻസ് കുറവാണ്. അപ്പോൾ കൈത്തുന്നി വെച്ചിട്ട് നമുക്ക് നൂല് വെച്ചിട്ട് ഇതുപോലെ സൂചി നൂല് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തുന്നി കൊടുക്കാം കേട്ടോ. അപ്പോൾ ചാക്കിലൊക്കെ നമ്മൾ ഇതുപോലെ എന്തെങ്കിലും തുന്നി കൊടുക്കുകയൊക്കെ ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ സൂചി കുറച്ച് വലിയ സൈസുള്ള സൂചി എടുക്കാൻ ശ്രമിക്കുക. അതുപോലെ നൂലും നല്ല കട്ടിയുള്ള നൂലിനെ നോക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഞാൻ നീളത്തിൽ വേറൊരു തുണി പീസ് വെച്ചിട്ട് ഇതിൻ്റെ സൈഡിൽ ഇതുപോലെ ഒന്ന് കവർ ചെയ്തിട്ടാണ് മൊത്തത്തിലാണ് തുന്നി കൊടുക്കുന്നത്. അത് ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഞാൻ പിന്നെ ആ സൈഡൊന്ന് കവർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ടൈപ്പിൽ ചെയ്തത് കേട്ടോ. അതാകുമ്പോൾ നമ്മളെ സൈഡിൽ ആ സൂചിയുടെയോ ആ ഒരു ചാക്കിൻ്റെയോ അല്ലെങ്കിൽ ആ ഒരു തുണിയുടെയോ അറ്റത്തിന് നൂല് ഇങ്ങനെ വലിഞ്ഞു പോകില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടൈപ്പിൽ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ സൈഡ് മുഴുവനായിട്ടൊന്ന് കവർ ചെയ്ത് ഒന്ന് തുന്നി കൊടുക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതേപോലെ ഞാൻ മൊത്തമായിട്ടൊന്ന് കവർ ചെയ്ത് തുന്നി കൊടുത്തു. ഇനി ഞാൻ അതിൻ്റെ റൗണ്ട് ഷേപ്പ് മൊത്തമായിട്ടൊന്ന് അളന്ന് നോക്കുന്നുണ്ട്. ഇതുപോലെ ടാപ്പ് ഉള്ളവർക്ക് ടാപ്പ് വെച്ചിട്ട് അളന്ന് നോക്കാം. ഇല്ല എങ്കിൽ ഒരു നൂല് കട്ട് ചെയ്തെടുത്ത് നൂലിൻ്റെ അളവിൽ നമ്മൾ ഇതുപോലെ ഒന്ന് നൂല് പിടിച്ചിട്ട് അതിൻ്റെ നീളം എത്രത്തോളം ഉണ്ടോ എന്ന് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനുശേഷം നമുക്ക് ആ വലിയ ചാക്ക് എടുക്കാം. വലിയ ചാക്കിൻ്റെ ആ 2 സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഇതുപോലെ ഞാൻ അടിഭാഗം ഒഴിച്ച് ബാക്കി ചാക്കിൻ്റെ 2 സൈഡും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പം നമ്മൾ ചാക്കിൻ്റെ വീതി എടുക്കേണ്ടത് നമ്മുടെ ഓൾറെഡി നമ്മൾ അളന്ന് വെച്ചിട്ടുള്ള ആ ഒരു റൗണ്ട് ഷേപ്പിൽ നമ്മൾ അളന്ന് വെച്ചിട്ടില്ലായിരുന്നു, അതിനനുസരിച്ചിട്ടുള്ള വീതി നമ്മളെ ചാക്കിന് ഉണ്ടായിരിക്കണം കേട്ടോ. അതിന് കുറവാകാൻ പാടില്ല. കൂടുതലായി പോയാൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം, അല്ലെങ്കിൽ ഒരിക്കലും കുറവായി പോകാൻ പാടില്ല കേട്ടോ. അതിനുശേഷം ഞാൻ അതിൻ്റെ ആ കട്ട് ചെയ്ത ചാക്കിൻ്റെ അതേ അളവിൽ ഇതുപോലെ ബെഡ്ഷീറ്റിൽ നിന്ന് 2 പീസ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ പുറം വശം ഈ തുണി വെച്ചിട്ട് ഒന്ന് തുന്നി കൊടുക്കുക. മെഷീൻ ഉള്ളവർക്ക് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ ഒന്ന് അതിൻ്റെ അടിഭാഗം തുണി വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചാക്കിൻ്റെ ഭാഗം കാണുന്നത് അടിഭാഗവും നമ്മൾ തുണി വെച്ചിട്ട് അടിച്ചത് അതിൻ്റെ പുറം ഭാഗമാണ്. അതിനുശേഷം നമ്മൾ ഈ ഒരു റൗണ്ട് ഷേപ്പ് ഉണ്ടല്ലോ, നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു റൗണ്ട് ഷേപ്പുള്ള ആ ഒരു ഭാഗം എടുത്തിട്ട് ഇതുപോലെ ചേർത്തൊന്ന് തുന്നി കൊടുക്കുക. ആ ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെ നമ്മളെ നീളത്തിന് ഇതുപോലെ തുന്നി കൊടുക്കുക. നമ്മൾ ആ വശം മാറിപ്പോവാൻ പാടില്ല കേട്ടോ. ഇത് നമ്മുടെ അടിവശം നിങ്ങൾക്ക് കാണുമ്പോൾ ഇത് മനസ്സിലാകുന്നുണ്ട്. അടിവശമാണ് ഞാൻ ഇതുപോലെ ആ ഒരു റൗണ്ട് ഷേപ്പായിട്ട് കൂട്ടി തുന്നുന്നത്. അത് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കണം. നമ്മൾ തുന്നി കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ചിടുമ്പോൾ ആ തുണി വെച്ച് സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗം നമ്മൾ പുറം വശം വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ തുന്നി കൊടുക്കേണ്ടത്. അപ്പോൾ വശം മാറിപ്പോകാതെ തന്നെ തുന്നി കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ പണി. നമ്മളൊരു 10 മിനിറ്റ് ഒന്ന് മെനക്കെട്ടിരുന്നാലും നമുക്ക് തീർച്ചയായിട്ടും ഇതുപോലെ കുറേ ബാഗ്സ് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഇതേപോലെ അടിവശം മുഴുവനായിട്ട് നല്ല രീതിയിലൊന്ന് ടൈറ്റിൽ തുന്നി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ നമ്മളെ ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇത് ഓപ്ഷണലാണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അടിവശത്ത് ഒരു കാർഡ്ബോർഡ് ബോക്സ് വെച്ചിട്ട് ഒന്ന് ആ ഒരു അടിഭാഗം മാത്രം ഒന്ന് സ്റ്റിക്കായി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു കാർഡ്ബോർഡ് ബോക്സ് വെച്ചിട്ട് അതൊന്ന് കാർഡ്ബോർഡ് ബോക്സ് അതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് സ്റ്റിക്കായി 2 സ്ഥലവും കൂടി ഇതുപോലെ നിൽക്കും. അപ്പോൾ ഇതാണ് നമ്മളെ ബാഗിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ വീട്ടിലിരിക്കുന്നവർ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക.